നമസ്കാരം. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഹിന്ദു അപകടത്തിലാണ്, അല്ലെങ്കിൽ ഭാരതത്തിൽ ഹൈന്ദവ വിശ്വാസം വലിയ ഭീഷണി നേരിടുകയാണ് എന്നൊക്കെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ സ്ഥിരമായി വിതരണം ചെയ്യപ്പെടുന്ന ചില രാഷ്ട്രീയ ക്യാപ്സൂളുകളാണ് ഇതൊക്കെ. എന്നാൽ ഞാൻ നിങ്ങളോട് വളരെ ലളിതമായി ഒരു കാര്യം ചോദിക്കട്ടെ. ശരിക്കും ഇവിടെ ആരാണ് അപകടത്തിലുള്ളത്? ഏത് വിശ്വാസമാണ് ഭീഷണി നേരിടുന്നത്? പുറത്തു നിന്നുള്ള ശത്രുക്കളാണോ, അതോ ഉള്ളിലിരിക്കുന്നവർ തന്നെയാണോ ഈ വിശ്വാസത്തെ തകർക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തർപ്രദേശിൽ നിന്ന്, പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. രാഷ്ട്രീയവും മതവും മാറ്റി നിർത്തി തികച്ചും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു സാധാരണക്കാരനെയും അത്ഭുതപ്പെടുത്തുന്ന, അതോടൊപ്പം വല്ലാത്തൊരു നിരാശ സമ്മാനിക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, സാക്ഷാൽ ശ്രീരാമനെ തന്നെ ഇവിടെ കൊള്ളയടിച്ചിരിക്കുകയാണ്. അതും അവിടുത്തെ തന്നെ സാധാരണക്കാരായ ഭക്തർ അത്രമേൽ പരിശുദ്ധമായ വിശ്വാസത്തോടെ തങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്ന് മാറ്റിവെച്ച് നൽകിയ കാണിക്കകളും സംഭാവനകളും. നമുക്ക് ഇതിൻ്റെ തുടക്കത്തിലേക്ക് ഒന്ന് പോകാം. ആദ്യം നമ്മൾ എന്താണ് കേട്ടത്? ക്ഷേത്രത്തിലേക്ക് വന്ന ഫണ്ടിൽ നിന്ന് ഒരു 7-8 കോടി രൂപയുടെ കുറവുണ്ട്, വലിയ രീതിയിലുള്ള ഷോർട്ടേജ് ഉണ്ട് എന്ന് ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് തൻ്റെ എക്സ് ഹാൻഡിലിലൂടെ ഒരു ട്വീറ്റ് പങ്കുവെക്കുന്നു. അവിടെയാണ് ഈ കൊള്ളയുടെ കഥകൾ രാജ്യത്തിന് മുന്നിൽ ആദ്യമായി ചർച്ചയാകുന്നത്. എന്നാൽ മണിക്കൂറുകൾ കഴിയും തോറും, അന്വേഷണം മുന്നോട്ടു പോകും തോറും ഈ സംഖ്യ എവിടെ എത്തി നിൽക്കുകയാണെന്ന് അറിയാമോ? വെറും 7 കോടിയിൽ നിന്ന് തുടങ്ങിയത് ഇന്നിപ്പോൾ അത് 200 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളിൽ 200 കോടിയുടെ കൊള്ള നടന്നു എന്ന് ഇപ്പോൾ അവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് അവർ സമർപ്പിച്ചു കഴിഞ്ഞു. നമ്മളിവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന 200 കോടി രൂപ എന്നത് വെറും ഒരു തുടക്കം മാത്രമാണ്. കാരണം ഇത് ബാങ്ക് അക്കൗണ്ടുകളിലും കറൻസി നോട്ടുകളിലുമായി വന്ന പണത്തിന്റെ മാത്രം കണക്കാണ്. പണം മാത്രമല്ല അവിടെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. അയോധ്യയിലേക്ക് ഭക്തർ വരും വലയങ്ങളില്ലാതെ ഒഴുക്കിയ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വജ്രങ്ങളുടെയും കണക്കുകൾ കൂടി പുറത്തു വന്നാൽ ഈ തുക 2000 കോടിയിലും അപ്പുറം പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏകദേശം 60 കിലോയോളം വരുന്ന സ്വർണ്ണക്കട്ടികൾ വന്നിട്ടുണ്ടെന്നും, എന്നാൽ അതിപ്പോൾ എവിടെയാണെന്ന് കാണാനില്ലെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിലും കഷ്ടം എന്താണെന്ന് വെച്ചാൽ 1990കൾ മുതൽ, അതായത് ഈ ക്ഷേത്രം പണിയുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ബാബറി മസ്ജിദ് തകർത്ത ആ കാലഘട്ടം മുതൽ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഭക്തർ അയോധ്യയിലെ ട്രസ്റ്റിലേക്ക് എത്തിച്ച അമൂല്യമായ വിഗ്രഹങ്ങളുണ്ട്. വജ്രങ്ങളും സ്വർണവും വെള്ളിയും ഒക്കെ പതിപ്പിച്ച വിഗ്രഹങ്ങൾ. അവയൊന്നും ഇപ്പോൾ എവിടെയെന്ന് ഒരു വിവരവുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ശബരിമലയിലെ അയ്യപ്പൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, ഞാൻ മാത്രമല്ല ഈ നാട്ടിൽ കൊള്ളയടിക്കപ്പെട്ടത്, എനിക്ക് കൂട്ടിന് ഇപ്പോൾ അയോധ്യയിലെ ശ്രീരാമനുമുണ്ട് എന്ന്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കിക്കേ. ജയ് ശ്രീറാം വിളിച്ചില്ലെങ്കിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന, ആൾക്കൂട്ട അക്രമങ്ങൾ നടത്തുന്ന സംഘപരിവാറുകാർ ഭരിക്കുന്ന നാട്ടിലാണ് അതേ ജയ് ശ്രീരാമന്റെ പേരിലുള്ള അമ്പലത്തിലെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ വളരെ സുഗമമായി കൊള്ളയടിക്കപ്പെടുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു വശം നമ്മൾ കാണണം. ഈ തട്ടിപ്പ് വാർത്തകൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായപ്പോൾ പതിവ് പോലെ ഡൈവേർഷൻ തന്ത്രങ്ങളുമായി ചില തീവ്ര വലതുപക്ഷ ചാനലുകൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ജനം TV പോലെയുള്ള ചാനലുകളിൽ വരുന്നത് ഇത് അമ്പല ജിഹാദ് അല്ലെങ്കിൽ ക്ഷേത്ര ജിഹാദ് ആണെന്നാണ്. ഉത്തർപ്രദേശിലെ മുല്ലമാരും മുസ്ലിങ്ങളുമാണ് അയോധ്യയിലെ ഈ കോടികൾ മുഴുവൻ കൊള്ളയടിച്ചതെന്നാണ് അവരുടെ പുതിയ നറേഷൻ. എന്തൊരു ചിരിപ്പിക്കുന്ന കാര്യമാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വഴി വിതരണം ചെയ്യുന്ന ഇത്തരം ക്യാപ്സൂളുകൾ വിഴുങ്ങാൻ ഇവിടെ കുറെ അന്ധഭക്തന്മാർ ഇപ്പോഴും തയ്യാറായി ഇരിപ്പുണ്ടാകും. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അയോധ്യ ക്ഷേത്രത്തിന്റെ ഭരണം കൈയാളുന്നത് ആരാണ്? അവിടുത്തെ ഏറ്റവും താഴേക്കിടയിലുള്ള താൽക്കാലിക ജീവനക്കാർ മുതൽ ഏറ്റവും മുകളിലെ തട്ടിലിരിക്കുന്ന ട്രസ്റ്റ് ഭാരവാഹികൾ വരെ ആരാണ്? നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് നിന്ന് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം നേരിട്ട് നിയമിച്ച ആളുകളാണ് അവിടെയുള്ളത്. നരേന്ദ്രമോദിയുമായും യോഗി ആദിത്യനാഥുമായും മോഹൻ ഭാഗവതുമായും ഒക്കെ അടുത്ത ബന്ധമുള്ള അവരുടെ കറകളഞ്ഞ അനുയായികളായ ആളുകളാണ് ഈ ക്ഷേത്രത്തിന്റെ ഫണ്ടും മറ്റു കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അപ്പോൾ കൊള്ള നടത്തിയത് പുറത്തു നിന്നുള്ളവരാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ?
ഇതിലും വലിയൊരു സോഷ്യൽ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രം വരുന്നതിന് മുൻപ് അവിടെ സാധാരണ വർക്ക്ഷോപ്പുകളിൽ ജോലി ചെയ്തിരുന്നവർ, ഗോശാലകളിൽ പശുക്കളെ നോക്കിയിരുന്നവർ, സാധാരണ കൂലിപ്പണിക്ക് പോയിരുന്നവർ, ഇങ്ങനെയുള്ള ആളുകളായിരുന്നു അവിടെ പലവിധ സേവനങ്ങൾക്കായി ആദ്യഘട്ടത്തിൽ നിയോഗിച്ചിരുന്നത്. ക്ഷേത്രം നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ ഇവരുടെയൊക്കെ ജീവിത നിലവാരം എങ്ങോട്ടാണ് ഉയർന്നതെന്ന് നമ്മൾ അന്വേഷിക്കണം. ഈ ജീവനക്കാരുടെ വീടുകളിലേക്ക് നോക്കിയാൽ ഇന്ന് കാണുന്നത് കോടികളുടെ ആഡംബര സൗധങ്ങളാണ്. അവരുടെ മുറ്റത്ത് കിടക്കുന്നത് ലക്ഷറി കാറുകളാണ്. വളരെ ആഡംബരപൂർവമായ ജീവിതമാണ് അവർ ഇപ്പോൾ നയിക്കുന്നത്. സാധാരണ ഒരു കൂലിപ്പണിക്കാരനോ വർക്ക്ഷോപ്പ് ജീവനക്കാരനോ ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെയാണ് കോടീശ്വരനാകാൻ കഴിയുക? ചിന്തിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ ഇതൊക്കെ. ഭക്തർ നൽകുന്ന പണമെടുത്ത് ഇവർ നേരിട്ട് സ്വന്തം പോക്കറ്റിലേക്ക് ഇടുകയായിരുന്നു. തീർച്ചയായും ഇവർ വെറും ഉപഭോക്താക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ കൊള്ളയിലെ ചെറിയ കണ്ണികൾ മാത്രമാണ്. ഇവർക്ക് ഇത്രയും ആഡംബര ജീവിതം നയിക്കാൻ ഇതിൻ്റെ ഒരു ചെറിയ ശതമാനം പണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ബാക്കി സിംഹഭാഗം പണവും എങ്ങോട്ടാണ് പോയത്? ഈ വിഗ്രഹങ്ങളും സ്വർണ്ണക്കട്ടികളും കടത്തിയത് ആർക്ക് വേണ്ടിയാണ്? നാഗ്പൂരിലെ വലിയ നേതാക്കൾക്കോ അതോ ഡൽഹിയിലെയും UP-യിലെയും വമ്പൻ സ്രാവുകൾക്കോ ഇതിൽ പങ്കുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ കണ്ണടയ്ക്കുകയാണ്. യോഗി ആദിത്യനാഥ് മുൻപ് ഒരു പ്രസംഗത്തിൽ വലിയ പത്രാസോടെ പറഞ്ഞിരുന്നു, അയോധ്യയെ തകർക്കാൻ വന്ന ശത്രുക്കൾക്കൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അതിനെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കേരളത്തിലെ 2020-21 കാലഘട്ടത്തിലെ കോവിഡ് കാലമാണ്. ജനങ്ങളെല്ലാം ഡ്രോണും പോലീസിനെയും ഉപയോഗിച്ച് വീടുകളിൽ പൂട്ടിയിട്ട് പുറത്തിറങ്ങിയാൽ പിഴയടപ്പിച്ച് ജനങ്ങളെ ശ്വാസം മുട്ടിച്ച കാലം. എന്നിട്ട് ആ സമയത്ത് ഇപ്പുറത്ത് പിണറായി വിജയനും KK ശൈലജയും ചേർന്ന് ഖജനാവ് ചാക്കിലാക്കി കടത്തുകയായിരുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചതുപോലെയാണ് ഇതും. ശത്രുക്കളെ പുറത്തു നിർത്തിയെന്ന് യോഗി അവകാശപ്പെടുമ്പോൾ അകത്തിരിക്കുന്ന സ്വന്തം ആളുകൾ തന്നെയാണ് ഇവിടെ രാമന്റെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ച് നക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം ആകെ തുക നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ക്ഷേത്രം പണിതതിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നടന്ന വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളിലോ ഇവർക്ക് ദൈവത്തോടുള്ള ഭക്തിയോ വിശ്വാസമോ ഒന്നുമായിരുന്നില്ല ലക്ഷ്യം. ഭക്തിയുടെ പേരിൽ ജനങ്ങളെ വൈകാരികമായി ഇളക്കിവിട്ട് രാജ്യത്ത് വലിയ കലാപങ്ങൾ ഉണ്ടാക്കി വോട്ട് ബാങ്ക് ഉറപ്പിച്ചു. എന്നിട്ട് അതിലൂടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അതിലേക്ക് ഒഴുകി വരുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ആരും അറിയാതെ സ്വന്തം ആവശ്യങ്ങൾക്കായി അടിച്ചു മാറ്റുക എന്നതായിരുന്നു ഇവരുടെ അൾട്ടിമേറ്റ് പ്ലാൻ. ലക്ഷക്കണക്കിന് ഭക്തരുടെ വൈകാരികതയെ ഇവർ വെറുമൊരു ബിസിനസ് മാർഗമാക്കി മാറ്റി. നമ്മൾ വിശ്വാസത്തിനോ ശ്രീരാമനോ എതിരല്ല. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ ആ വിശ്വാസത്തെയും ദൈവത്തെയും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ രാഷ്ട്രീയ കൊള്ളക്കാരെ നമ്മൾ തിരിച്ചറിയണം. ഹിന്ദു ഇവിടെ അപകടത്തിലാണ് എന്നവർ പറയുന്നത് വളരെ വളരെ ശരിയാണ്. പക്ഷേ അത് മുസ്ലിങ്ങളിൽ നിന്നോ ക്രിസ്ത്യാനികളിൽ നിന്നോ അല്ല, മറിച്ച് ഇവിടുത്തെ സംഘപരിവാർ ഭരണാധികാരികളിൽ നിന്നും RSSൽ നിന്നുമാണ്. ദൈവത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം പറയുന്നവർ ഒടുവിൽ ദൈവത്തെ തന്നെ കവർച്ച ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കൊള്ളയുടെ യഥാർത്ഥ കണക്കുകളോ ഇതിൻ്റെ പിന്നിലെ വമ്പൻ സ്രാവുകളോ ഒരിക്കലും ഈ ഭരണകൂടത്തിന് കീഴിൽ പുറത്തു വരാൻ പോകുന്നില്ല. എങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരൻ എന്ന നിലയിൽ ഈ യാഥാർത്ഥ്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.